ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ സുരേന്ദ്രൻ ചേട്ടന് സിസ്റ്റം പരാജയത്തിൽ കൈ വളഞ്ഞതേ ഉള്ളൂ. സിസ്റ്റം പരാജയത്തിൽ വലത്തെ കൈ പോലെ വലത്തെ കൈ മുറിച്ചു പോയൊരു കുഞ്ഞുണ്ട് പാലക്കാട്. സിസ്റ്റം പരാജയത്തിൽ മരിച്ചുപോയ വേണുണ്ട് കൊല്ലത്ത്. സിസ്റ്റം പരാജയത്തിൽ വയറ്റിൽ തുന്നിയ കത്രികൾ രണ്ടെണ്ണം, ഒന്ന് കോഴിക്കോടും ഒന്ന് നേരത്തെ വണ്ടാനത്തും. വയറ്റിൽ തുന്നിയ തുണി. സിസ്റ്റം പരാജയത്തിൽ ആറ്റുനോറ്റ് കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കാത്തിരുന്ന് കയ്യിൽ കിട്ടിയ നിരഞ്ജനയുടെ ഒരു ജീവനറ്റൊരു ചോരക്കുഞ്ഞ്. സിസ്റ്റം പരാജയത്തിൽ ജനനേന്ദ്രത്തിൽ 5-6 ഓപ്പറേഷൻ നടത്തി ശരിയാവാതെ കുത്തുവാളയെടുത്ത് മൈക്രോ ഫിനാൻസിന് പലിശയെടുത്ത് ജീവിതം നാനാവിധമായി ചികിത്സിക്കേണ്ടതിന് വീട്ടമ്മ. ഇനിയും ഓർമ്മയിൽ നിന്ന് പറയാൻ എത്ര എണ്ണമാണ്. എന്നിട്ടും ഒറ്റപ്പെട്ട സംഭവം, കുത്തുകൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചന എന്നൊക്കെ പറയാൻ ആരോഗ്യമന്ത്രി വിട്ടേക്ക്. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പരിചയമുള്ള എം പി ഗോവിന്ദനും സജി ചെറിയാനൊക്കെ എങ്ങനെ പറ്റുന്നു ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? നമ്മൾ ഈ രീതിയിൽ പരിശോധിച്ചാൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളെ കൊണ്ട് ഞങ്ങളാരും ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷിച്ചും ആരോഗ്യ മേഖലയിലെ സംഭവങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത് അതിന് ആരാണോ കുറ്റം ചെയ്തത് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ നടപടികളെടുക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, തിരുവനന്തപുരത്ത് തന്നെ നവജാത ശിശു മരിച്ചു, നെടുമങ്ങാട്. അപ്പോൾ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവരുടെ ഡോക്ടേഴ്സ് അസോസിയേഷൻ തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി? അപ്പോൾ ഒരു ഡോക്ടറുടെ പിഴവ് കൊണ്ടോ ചികിത്സാ പിഴവ് കൊണ്ടോ ഒരു കുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ, ഇത് നേരത്തെ തന്നെ ഇവിടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ എല്ലാ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ പൊതുവായി ന്യായീകരിച്ച് പോവുകയല്ല, തെറ്റാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. ഒരാൾക്ക് പോലും ചികിത്സാ പിഴവ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമായിട്ടോ അല്ലെങ്കിൽ കൺസേൺഡ് മിനിസ്റ്ററുടെ കുഴപ്പമായിട്ടോ മാത്രം അതിനെ ചിത്രീകരിച്ചുകൊണ്ട് അതിന് രാഷ്ട്രീയ ലാഭത്തോടെ കാണുന്നത് തീർച്ചയായും ശരിയായ. രാഷ്ട്രീയം ഉറപ്പായും ജിൻഡോയുടെ പാർട്ടിക്ക് അതിൽ രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് വരെയാണ് അവരുടെ പണി അതാണല്ലോ. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ തന്നെ ഈ ഹാരിസ് ഇറക്കലിന്റെ സമയത്ത് ആരോഗ്യമന്ത്രി തന്നെ എന്താണ് പറഞ്ഞത്? ഇത് സിസ്റ്റത്തിന്റെ തകരാറാണെന്ന്. സിസ്റ്റത്തിന്റെ തകരാറാണെങ്കിൽ അതിന്റെ കാരണക്കാരി ഞാനാണ് എന്ന മിനിമം രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നേതാവണ്ടേ ആരോഗ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? അതും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ രാഷ്ട്രീയം പറയുക. ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീ ആഷ്മി പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് ഈ അടുത്ത സമയത്ത് ചില പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയാണ്. ഞങ്ങളൊക്കെ അത് ചർച്ച ചെയ്യാറുള്ളതുമാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തും ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ നേരത്തെ ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്യുന്ന വളരെയധികം വ്യത്യസ്തതകളുണ്ട്, ന്യൂനതകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള കഴിവുകൾ കൊണ്ടോ ന്യൂനതകൾ കൊണ്ടോ ഉള്ളതല്ല. തിരുവനന്തപുരത്ത് നമുക്കറിയാം, നെടുമങ്ങാട് ഒരു നവജാത ശിശു മരിച്ചു. അവിടെ പല ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് കാണിക്കുന്നത് ആ കുട്ടിയെ സർജറി ചെയ്യുന്നതിനും അതിന് പ്രോപ്പർ ചികിത്സ നൽകുന്നതിനും ആ ഡോക്ടർക്ക് അവിടെ പരാജയം സംഭവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദർ, ആ ഡോക്ടർക്ക് അതിനകത്ത് കൃത്യമായ പരാജയം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആലപ്പുഴയിലെ സംഭവം അതുപോലെ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് അവിടെ ആ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായിരുന്ന ഡോക്ടർക്കും നേഴ്സിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് റീസെൻ്റായിട്ട് കുറേ കുഴപ്പങ്ങളുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ തലത്തിൽ, അതായത് അതിൻ്റെ മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ തലത്തിലോ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചകൾ പറ്റുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ഈ 3-4 ഇവിടെ മാത്രമല്ല, കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി. ആ 14 വയസ്സാണെന്ന് തോന്നുന്നു, അപ്പോൾ എൻ്റെ കൈ വളഞ്ഞുപോയി. ആ സംഭവം അവന്റെ കൈ വളഞ്ഞു പോയെന്ന് മാത്രമല്ല, കൈ വളഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്റെ കൈയും പണ്ടൊരു അപകടം ഉണ്ടായി, അന്ന് എന്റെ കൈ വളഞ്ഞിരിക്കുക, അതാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടെന്നാ പറയുന്നത്. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ച റെയിൽവേ മന്ത്രി ഉണ്ടായ നാടാണ്. ഒലവക്കാട്ട് ഏതാണ്ട് ആവിയായി പോയ ചന്ദനത്തൈലത്തിൽ ഇല്ലാത്ത കുറ്റത്തിന് രാജിവെച്ച കെ വിശ്വനാഥൻ, TU കുരുവിള ഏതോ ഫോണിൽ വിളിച്ചു എന്ന ഉള്ളിതൊലിച്ച കുറ്റത്തിന് രാജിവെച്ച KK രാമേന്ദ്രൻ. അത്രയൊന്നും രാഷ്ട്രീയവൃന്ദം കാണിക്കേണ്ടതേ. പക്ഷേ ആൾക്കാരിങ്ങനെ മരിച്ചു വീഴുമ്പോൾ, ആൾക്കാരിങ്ങനെ വയറ്റിൽ കത്രിക വെച്ച് അത് ചെറുകുടലിൽ കൊണ്ട് വേദനിച്ച് നരകയാതന അനുഭവിക്കുന്ന വിഷയത്തിലെങ്കിലും ഈ കുറ്റടി വർത്താനവും നിലവാരമില്ലാത്ത രാഷ്ട്രീയം പറയാതിരിക്കാനുള്ള മിനിമം പക്വത ഒരു ആരോഗ്യമന്ത്രി കാണിക്കണ്ടേ? ഒരു മിനിമം പക്വത ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ. തീർച്ചയായും ഞാൻ ആ ചോദ്യം ഞാൻ അംഗീകരിക്കുന്നു. അല്പം പക്വത കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ പ്രവർത്തകർക്ക് തർക്കമൊന്നുമില്ല. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിരവധി വീഴ്ചകൾ പല സാഹചര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, പൊതുജനം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യും. അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ KK ശൈലജ ടീച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പിന് മൊത്തത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചയ്ക്ക് പരിപൂർണമായിട്ട് ആരോഗ്യമന്ത്രിയിലേക്ക് കുറ്റം പറയുന്നത് ശരിയല്ല.
അതിനകത്ത് ആരോഗ്യവകുപ്പിലുള്ള അതിൻ്റെ ഡയറക്ടറായാലും മറ്റ് ഡോക്ടർമാരായാലും അവർക്കൊക്കെ പരിപൂർണമായ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ട് തന്നെ ആ കുട്ടികൾ സമ്മതിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എന്നോട് കൈക്കൂലി ചോദിച്ചു, കൈക്കൂലി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു, എന്നിട്ട് പ്രോപ്പറായ ചികിത്സ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയല്ലല്ലോ. ഉദ്യോഗസ്ഥരിങ്ങനെ കൈക്കൂലി വാങ്ങിക്കുക, അവർക്ക് ആവശ്യത്തിന് ശമ്പളവും മറ്റു കാര്യങ്ങളും അലവൻസുകളും എല്ലാം ഗവൺമെൻറ് നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് രോഗിയെ ഞാൻ പ്രോപ്പറായിട്ട് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആ രോഗിയോട് നേരിട്ട് കൈക്കൂലി ചോദിക്കുക, കൈക്കൂലി വാങ്ങിക്കുക, ഇതൊന്നും ആരോഗ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് വീഴ്ചകൾ ഞാൻ അംഗീകരിക്കുന്നു. അതേ സമയത്ത് പരിപൂർണമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ആരോഗ്യമന്ത്രിയുടെ തലയിലേക്ക് കുത്തിവെക്കുക, ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് മാധ്യമപ്രവർത്തകർക്ക് കുശുമ്പാണ്. ഏഷ്യാൻ്റെ റിപ്പോർട്ടർ പേര് ചോദിക്കുക, അല്ലെങ്കിൽ ഏഷ്യാനോട് എന്തോ ദേഷ്യമാണ്, ബാക്കി മാധ്യമപ്രവർത്തകർക്ക് മൊത്തം മന്ത്രിയോട് എന്തോ ദേഷ്യമാണ്, പ്രതിപക്ഷത്തിന് മൊത്തം എന്തിനാണെന്ന് വ്യക്തിപരമായി എടുക്കുന്നത്? ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, അത് സർക്കാരിന്റെ വകുപ്പാണ്. ആ വകുപ്പിന് കീഴിൽ വരുന്ന ആശുപത്രികളിൽ പിഴവുകൾ സംഭവിക്കുന്നു, രോഗികൾ മരിക്കുന്നു, ഈ പറയുന്ന കത്തലുകൾ വയറ്റിലായി പോകുന്നു. അതിന് ആ സിസ്റ്റത്തിന്റെ മേധാവി, അത് വീണയായിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ, ആ മേധാവിയോടല്ലേ ചോദ്യം ചോദിക്കാൻ പറ്റൂ ജനാധിപത്യ കേരളത്തിന്. അല്ലാതെ RDO DM ഇറങ്ങിയ മറുപടി എന്ന് പറയാൻ പറ്റുമോ? അത് സ്വാഭാവികമല്ലേ ഒരു രാഷ്ട്രീയത്തിൽ? അത് കുത്തകളെ സഹായിക്കാനാണ് എന്നൊക്കെ MP എന്ന് പറയുക, സ്വരാജ് പറയുക, ആൾക്കാർ വരുമെന്ന് പറയുക. ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു വകുപ്പിൻ്റെ കീഴിൽ നടന്നാൽ അതിൻ്റെ ഹെഡ് എന്നുള്ള നിലയിൽ ആ മന്ത്രിക്കുണ്ട്. അത് ഏത് മന്ത്രിയായിരുന്നാൽ പോലും. ആഭ്യന്തര വകുപ്പിൽ വീഴ്ച വന്നാൽ ആഭ്യന്തരമന്ത്രിക്കാണ് അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം. ആരോഗ്യവകുപ്പിൽ വന്നാൽ ആരോഗ്യമന്ത്രിക്കാണ് അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു മന്ത്രിക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടതാണ് ഏതൊരു മന്ത്രിയുടെയും കർത്തവ്യമെന്ന് പറയുന്നത്. പക്ഷേ ആ ഉത്തരവാദിത്തത്തിൽ മാറി നിന്നുകൊണ്ട് സംസാരിച്ചാൽ അത് തെറ്റായി തന്നെ ഞങ്ങൾ അതിനെ വിമർശിക്കും. അതിന് തർക്കമൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം ധാർമ്മികമായ ഉത്തരവാദിത്തം നേരത്തെ പറഞ്ഞ പോലെ ഒരു മന്ത്രി, നമുക്കറിയാം, ഒരു റെയിൽവേ മന്ത്രി ഒരു റെയിൽവേ ലെവൽ ക്രോസിൽ അപകടം ഉണ്ടായപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. ആ ഒരു രാഷ്ട്രീയ സംസ്കാരവും നമ്മൾ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട. എങ്ങനെയും അത് അധികാരത്തിൽ കടിച്ചു തൂക്കി നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോഴുള്ള ആരായിരുന്നാലും. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും എന്ത് വില കൊടുത്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കുക എന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ ആ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകേണ്ട. അതൊക്കെ മൺമറഞ്ഞു പോയ സംസ്കാരമാണ്, നമുക്കൊക്കെ കണ്ട് അതിശയിച്ച് നിൽക്കുന്ന ഒരു സംസ്കാരമാണ്. LDFന്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നൊരു നിലപാട് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? CPM അത് സമ്മതിക്കില്ലെങ്കിൽ കൂടിയും LDFിലെ മറ്റു കക്ഷികൾക്ക് എന്താണ് ഈ ആരോഗ്യ വകുപ്പിനുള്ള സമീപനം? ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ. ഞങ്ങൾക്ക് ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് 1-2 വകുപ്പുകൾക്ക് പ്രവർത്തനത്തിൽ പോരായ്മയുണ്ടെന്ന് ആദ്യം മുതലേ പറയുന്നവരാണ് ഞങ്ങൾ. അതിനകത്തൊന്ന് ആരോഗ്യവകുപ്പുണ്ട്, മറ്റൊരു വകുപ്പുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ 2 വകുപ്പുകൾ ഈ കേരളത്തിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദോഷകരമായി നിൽക്കുന്നതാണ് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും 2025 ഞാൻ പറയുമ്പോൾ എന്തിനാ അങ്ങോട്ട് പോകും? നീതി ആയോഗ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ശിശുമരണം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്, അമ്മമാരുടെ മരണം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്, ഹെൽത്ത് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതായിട്ട് നിൽക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല പാടെ തകർന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല കേരളമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിന്റെ പിതൃത്വം വീണ ജോർജിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമല്ല, അത് കേരളത്തിന്റെ ആകത്തുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ കാലാകാലങ്ങളിൽ ഇൻഡെക്സുകളിലൊക്കെ അത്രത്തോളം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാലും തർക്കമില്ല. ഇവിടെ മനുഷ്യൻ മരിച്ചു പോവാണ്. ഇവിടെ മനുഷ്യൻ 5 വർഷത്തിന് ശേഷം കത്രിക വയറ്റിൽ വെച്ച് അതിന്റെ വേദന പറയുകയാണ്. അത് 50 വർഷം വയറ്റിലിരുന്നാൽ ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ വന്ന് പറയുകയാണ്. ഒരു കുഞ്ഞിന്റെ പാലക്കാട്ടെ കുഞ്ഞ് അതെന്താണ്, അത് ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതിന്റെ വലത്തെ കൈ പോയി ചികിത്സാ പിഴവിൽ. വേണുവിന് അന്വേഷണപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നെഴുതി താഴെ മുതൽ മോളി വരെ ഈ പറഞ്ഞ അനാസ്ഥകളുടെ ഘോഷയാത്രയാണ് എന്നാണ് അന്വേഷണപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.